ഒന്ന് കേൾക്കട്ടെ. ഹണി റോസ് ഉദ്ഘാടനത്തിന് മുമ്പ് എന്തൊക്കെ വസ്ത്രങ്ങളാണ് ധരിക്കാനായിട്ട് രാഹുൽ ഈശ്വറും അതേപോലെ തന്നെ കേരളത്തിന്റെ സംസ്കാരവും അനുവദിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ നടത്തിയ ചില പ്രതികരണങ്ങളെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ ചില വിലയിരുത്തലുകളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നും രാഹുൽ ഈശ്വറിനെ കുറിച്ചിട്ട് തന്നെയാണ് സംസാരിക്കാനുള്ളത്. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ്, റിമാൻഡ്, അദ്ദേഹം കുഴഞ്ഞു വീണ കാര്യം, ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് നടന്നോളും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കേസുകളിൽ അവതരിക്കുന്ന ചില ആളുകളെയാണ്. രാഹുൽ ഈശ്വർ അങ്ങനെ അവതരിച്ച ഒരാളാണ്. പ്രസിദ്ധരായിട്ടുള്ള രണ്ടാളുകൾ തമ്മിൽ ഒരു കേസ് ഉണ്ടാവുന്നു. ആ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഒരു പ്രസിദ്ധൻ ജയിലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ടുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് നിയമം മൂലം അതിനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ അവതരിക്കും. ആ അവതരിക്കുന്ന ആളെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇതുപോലുള്ള കേസുകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാത്തിരിക്കേണ്ടതൊന്നും വന്നില്ല. ആദ്യം തന്നെ രാഹുൽ ഈശ്വർ അവിടെ ചാടി വീണു. രാഹുൽ ഈശ്വർ അവിടെ ചാടി വീഴുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഒരു ലോയറിന്റെ ഓഫീസിൽ കേസ് എടുക്കുന്ന സമയത്ത് പല ജൂനിയേഴ്സിനും പല ഡ്യൂട്ടി കൊടുക്കും. അങ്ങനെ വല്ല ഡ്യൂട്ടി ആയിട്ടാണോ രാഹുൽ ഈശ്വർ വന്നത്? ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി, ചില ചർച്ചകളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി, ശരിക്കും വിക്ടിം ബ്ലെയിമിങ് ആവേണ്ട ചില കാര്യങ്ങളെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ മറ്റൊരാളുടേത് എന്നുള്ള രീതിയിൽ കോട്ട് ചെയ്ത് പറയുന്ന ആ ഒരു നടപടിയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഫറ എന്ന സിനി ആർട്ടിസ്റ്റിന്റെ ഒരു പോസ്റ്റിൽ ഹണി റോസിനെതിരെയുള്ള ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു വിമർശനങ്ങളെ വളരെ വിദഗ്ധമായിട്ട് 2 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ ഈശ്വർ. ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു കിടപ്പ് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ തുടർന്ന് പറയാം. രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനം സംസാരത്തിൽ മാന്യത ആവശ്യമാണ്, സഭ്യത ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇതേപോലെ തന്നെ വസ്ത്രധാരണത്തിൽ മാന്യത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിനെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ മീഡിയയ്ക്ക് മടി വേണം. എന്റെ ഏക ചോദ്യം ഇതാണ്. അതായത് സംസാരത്തിന് മാന്യത വേണം. നമ്മൾ സംസാരിക്കുമ്പോൾ മാന്യതയും മയവും മിതത്വവും പുലർത്തണം. ഇത് ആർക്കും വിരോധമില്ല. പകരം ഇതേപോലെ വസ്ത്രധാരണത്തിലും സഭ്യത വേണമെന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ളൂ. ഒരു കാര്യം ഞാൻ താങ്കളോട് ഒന്നുകൂടെ ആവർത്തി ചോദിക്കുകയാണ്. നമ്മുടെ മലയാളികളിൽ ഒരാൾക്കെങ്കിലും ഇത് എന്റെ വാക്കുകളല്ല ഫറാഷ് ഷിബിയുടെ വാക്കുകൾ എടുക്കുകയാണ്. ഇത് എന്റെ വാക്കുകളല്ല ഫറാഷ് ഷിബിയുടെ വാക്കുകൾ എടുക്കുകയാണ്. ഫറാഷ് ഷിബിയാണ്. ഹണി റോസ് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ? ഇത്രയും ഓബ്വിയസ് ആണ്, പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കാര്യങ്ങൾ ഇരിക്കെ ഹണി റോസ് വിമർശിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? ഹണി റോസിന്റെ വിമർശനത്തിന് അതീതയാണ്. ഹണി റോസ് പറയുന്ന കാര്യങ്ങളോടോ ഹണി റോസിന്റെ വസ്ത്രങ്ങളോടോ ഒരു വിമർശനം പാടില്ല, ഹണി റോസിന്റെ ഈ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിന് ന്യായമുണ്ടോ? അതുകൊണ്ട് ഹണി റോസ് എന്നെ വിമർശിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് അവരോട് ബഹുമാനമാണ്, ഇഷ്ടമാണ്, ആദരവാണ്. ഭരണഘടന ഉറപ്പു തരുന്നത് വസ്ത്ര സ്വാതന്ത്ര്യമാണ്. ആ വസ്ത്രത്തിന് സഭ്യതയുടെയും മാന്യതയുടെയും അളവുകളില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഞാൻ താങ്കളോട് നെഗറ്റീവായിട്ടല്ല, താങ്കൾ സ്വന്തം മനസ്സിൽ കൈവച്ച് പറയുക. ഹണി റോസ് വസ്ത്രം കുറച്ച് ഓവറാണ് എന്ന് തോന്നാത്ത ഒരു മലയാളി ഉണ്ടോ? താങ്കൾ ആ കൂട്ടത്തിലാണോ? ഹണി റോസിന്റെ വസ്ത്രധാരണവും അവരുടെ ഇനോഗ്രേഷന് പോകുന്ന പരിപാടികളും അവരുടെ വീഡിയോകളും വ്യത്യസ്ത ആംഗിളുകളുള്ള വൾഗർ ഫോട്ടോകളും പ്രശ്നമാണ് എന്ന് താങ്കൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? യെസ് ഓർ നോ? തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ലെങ്കിൽ താങ്കൾ അദ്ദേഹത്തിന്റെ പരിപാടി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഹണി റോസിന്റെ പരിപാടികളോ ഹണി റോസിന്റെ വീഡിയോ താങ്കൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വസ്ത്രധാരണത്തിന് സഭ്യത വേണമെന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയാൽ നമുക്കല്ലേ ഇരുട്ടാകൂ, ലോകത്തിന് ഇരുട്ടാകില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തിനോട് എനിക്ക് ബഹുമാന പ്രശ്നം ചോദിക്കാനുള്ളത്, ഹണി റോസിനെ വിമർശിച്ചോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ ഏക പോയിന്റ് വസ്ത്രധാരണത്തിന് സഭ്യത വേണം. ഇത് ഹണി റോസിന് മാത്രമല്ല. ഈ ഒരു ഘട്ടത്തിൽ എന്റേതല്ലാത്ത ചില പ്രതികരണങ്ങൾ ഞാനും രാഹുൽ ഈശ്വറിനെ പോലെ ചിലയിടത്ത് നിന്ന് കടമെടുത്തിട്ട് പറയുകയാണ്. ഇതെന്റെ പ്രതികരണമല്ല കേട്ടോ. റെഡിറ്റിൽ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നതാണ്. ലോയേഴ്സ് ഓഫ് ദിസ് സബ് റെഡിറ്റ്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളൈ ഹു അപ്പിയർഡ് ഫോർ ബോച്ചെ? അഡ്വക്കേറ്റ് രാമൻ പിള്ളൈ ആൻഡ് അസോസിയേറ്റ്സ് ആണ് ബോച്ചയ്ക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി വന്നത് എന്നൊക്കെ മാധ്യമങ്ങളിൽ പലയിടത്തായി കണ്ടു. അപ്പോൾ അദ്ദേഹം മുന്നേ പല കേസുകളിലും അദ്ദേഹത്തിന്റെ വക്കീലന്മാർ പല കേസുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസുകളുടെ ലിസ്റ്റും റെഡിറ്റിലുള്ള ആ ഒരു ആൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫാദർ തോമസ് കോട്ടൂർ ഇൻ സിസ്റ്റർ അഭയ മർഡർ കേസ് ഗ്രാൻഡഡ് ബെയിൽ. ദിലീപ് ഇൻ ദ molestation കേസ് ഗ്രാൻഡഡ് ബെയിൽ ഓൺ കോയിങ്. ഫ്രാങ്കോ മുളയ്ക്കൽ ഇൻ ദ റേപ്പ് കേസ് അക്വിറ്റഡ്. CPM ലീഡേഴ്സ് ഇൻ TP ചന്ദ്രശേഖരൻ മർഡർ കേസ് അക്വിറ്റഡ്. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പ്രതിഭാഗത്തിന്റെ ഒപ്പം നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ബോച്ചയ്ക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പൊ ചില ഡ്യൂട്ടികൾ ഏറ്റെടുത്തിട്ട് ചില ആളുകൾ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ആരോപണം ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ
അതിനെക്കുറിച്ചിട്ടൊന്ന് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കേസുകളിൽ നിന്ന് പ്രതികളെ ഊരിയെടുക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് പലപ്പോഴും ഈ വാദി ഭാഗത്തിനെ വീക്കാക്കുക എന്നുള്ളതാണ്. അവരെ മാക്സിമം പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതാണ്. സൈബർ വിചാരണകളിൽ കൂടെയും മീഡിയ ട്രയലുകളിൽ കൂടെയും മാക്സിമം അവരെ തേജോവധം ചെയ്ത് അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിൽ പല ആളുകളും തളർന്ന് കേസൊക്കെ പിൻവലിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശത്തെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളെയും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഒന്ന് കൺസിഡർ ചെയ്യേണ്ടത് തന്നെയാണ്. രാഹുൽ ഈശ്വറിന്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ ഇട്ട ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കുകയാണ്. താങ്കളുടെ കലാപ്രവർത്തനങ്ങൾക്കും സിനിമാ കരിയറിനും ബഹുമാനം നേരുന്നു. ബോയ്ഫ്രണ്ട് എന്ന താങ്കളുടെ ആദ്യ സിനിമയിൽ എൻ്റെ സുഹൃത്ത് നാഷ് ഖാൻ വില്ലനായി അഭിനയിച്ചിരുന്നു. ഹണിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാവരിൽ നിന്നും ബഹുമാനത്തോടെയുള്ള ഒരു വിമർശനം ഫീഡ്ബാക്കായി ഇത് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്പലങ്ങളിലും പള്ളികളിലും ഡ്രസ് കോഡ് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിശുദ്ധ വത്തിക്കാനിൽ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ അവിടെയും ഡ്രസ് കോഡ് കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഭാഷയിൽ എന്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. സ്ത്രീ ശരീരം കണ്ടാൽ നിയന്ത്രണം പോകുമോ എന്ന ചോദ്യം താങ്കളുടെ മനസ്സിലെ ദേഷ്യത്തിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഹണിക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെയുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ പക്ഷേ താങ്കൾക്കെതിരെ ഉള്ള വസ്ത്രധാരണത്തിലെ വിമർശനങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് എനിക്ക് നിയന്ത്രണ പ്രശ്നം ഉള്ളതുകൊണ്ടല്ല, പകരം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട്. കുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾ, പ്രായമായവർ, കുടുംബാംഗങ്ങൾ എന്നിവ ഉള്ളതുകൊണ്ടാണ്. ഹണിയെപ്പോലുള്ള കലാകാരികൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നല്ല മാതൃകകളാവണം. അതോടൊപ്പം ദ്വാർത്ഥ പ്രയോഗം നടത്തിയതിന് ബോച്ചയെ 1 വർഷം ജയിലിലിടണോ എന്നുകൂടി താങ്കൾ ചിന്തിക്കണം. ഹണി ഉന്നയിച്ച പോയിന്റ് മുഖ്യമന്ത്രി മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്തു. ലൈംഗിക ചുവയുള്ള ദ്വാർത്ഥ പ്രയോഗങ്ങൾ നിരുത്സാഹപ്പെടുത്തണം എന്ന് പൊതു നിലപാടിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. കൺഗ്രാറ്റ്സ്. സിനിമയിലും ഇത് ബാധകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കലാകാരി എന്ന നിലയിൽ വിമർശനം സ്വീകരിക്കാനും വിശാല മനസ്സോടെ കാര്യങ്ങൾ കാണാനും സാധിക്കട്ടെ. ജനുവരി 10 ഇറങ്ങുന്ന റേച്ചൽ സിനിമയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. ഈ പോസ്റ്റിന്റെ അവസാനത്തെ 2 പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു വിവരമില്ലാത്തവന്റെ പണിയെടുപ്പാണ്. ഒരു പണി അദ്ദേഹത്തിന് ആരോ ഏൽപ്പിച്ചു, അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വിഫല ശ്രമമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള തനിക്ക് ഗുണമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ആ ഒരു കേസ് പിൻവലിച്ചൂടെ? അദ്ദേഹത്തെ എന്തിനു വേണ്ടിയാണ് ശിക്ഷിക്കുന്നത്? ഒരു വിമർശനമായിട്ട് എടുത്തുകൂടെ? ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചങ്ങോട്ട് മെഴുകുകയാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ഉപദേശം, അത് വളരെയധികം ഇൻസൾട്ടിങ് ആണ്, വ്യക്തി അധിക്ഷേപമാണ്. ഹണി റോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ വസ്ത്രധാരണം എന്ന് പറയുന്ന കാര്യത്തിലെ വിമർശനങ്ങൾക്ക് എന്ത് സാധുതയാണുള്ളത്? എന്ത് മണ്ടൻ കളിയാണ് ഈ കിടന്ന് കളിക്കുന്നത്? എന്ത് സാധുതയാണുള്ളത്? എന്ത് സാധുത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഹണി റോസ് വന്നിട്ട് രാഹുൽ ഈശ്വറിനോട് പബ്ലിക്കായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് രാഹുൽ ഏട്ടാ ഞാൻ സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ അത് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്നുള്ളത്. രാഹുൽ ഈശ്വറിന് എന്തെങ്കിലും ഒരു നിലപാടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തിരിയെങ്കിലും ആർജവം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തിരിയെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒന്ന് പറ, കേൾക്കട്ടെ, എങ്ങനെയാണ് മാന്യമായിട്ട് വസ്ത്രം ധരിക്കേണ്ടത്? ഹണി റോസ് ധരിച്ച മാന്യതയില്ലാത്ത വസ്ത്രത്തെ ചൂണ്ടിക്കാണിച്ചൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഇതിനൊക്കെ സാധുതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന സമയത്ത് വിമർശനങ്ങളാണ് എന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് പറ. ഹണി റോസിന് വേണ്ടി മാത്രമല്ല, താങ്കൾക്ക് ഏറെ കൺസേൺ ഉള്ള ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പെൺകുട്ടികൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പറ, കേൾക്കട്ടെ. അവരെല്ലാവരും അങ്ങോട്ട് മാതൃകയാവട്ടെ. അത് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ് കോഡ് പബ്ലിക്കിൽ എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത്, ഏതൊക്കെ വസ്ത്രങ്ങൾ ആവരുത്, വസ്ത്രം എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ന്യായവാദങ്ങൾ താങ്കളിലേക്ക് നിലവാരത്തിലുള്ള ആളുകൾക്കിടയിൽ മാത്രമേ വിലപ്പോകത്തുള്ളൂ. അല്ല, താങ്കൾ ഒരു നിയമ ബിരുദധാരിയാണ്, തുടക്കക്കാരനാണ്, താങ്കളുടെ ഗതികേട് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുക. നമ്മൾ സഹതാപത്തിന്റെ പേരിൽ താങ്കൾക്ക് ഒരു കൺസിഡറേഷൻ തരുന്നതാണ്. എന്താണെങ്കിലും ആ ഒരു ഡ്രസ് കോഡിനെ കുറിച്ചിട്ട് രാഹുൽ ഈശ്വർ പറയുന്ന സഭ്യതയുടെ അതിർവരമ്പുകളുള്ള ഡ്രസ് കോഡിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് വലിയ ക്യൂരിയോസിറ്റി ഉണ്ട്. മറ്റൊരാൾ സമൂഹത്തിന് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക്, കുട്ടികൾക്ക് മാതൃകയാവണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ് തനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ താൻ വലിയൊരു മാതൃകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ്. താൻ ഒരു മാതൃകയുമല്ല, താൻ വളരെ മോശമായിട്ട് നിയമത്തെ വളച്ചൊടിക്കുന്ന, ഈ ഇവിടുത്തെ ഭരണഘടനയ്ക്ക് മുകളിൽ നിന്നിട്ട് സദാചാരം പറയുന്ന വെറും ഒരു ആളാണ്. അത്രത്തോളം മോശം മാതൃക താങ്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താങ്കൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ ഫാൻസ് ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഡ്രസ് കോഡിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് എഴുതി പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് വായിക്കട്ടെ. എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് ഏതൊക്കെ വസ്ത്രങ്ങൾ ധരിക്കാം, ഹണി റോസിന് ഉദ്ഘാടനത്തിന് മുമ്പ് ഏതൊക്കെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് പറ, ഒന്ന് കേൾക്കട്ടെ. ഹണി റോസ് ഉദ്ഘാടനത്തിന് മുമ്പ് എന്തൊക്കെ വസ്ത്രങ്ങളാണ് ധരിക്കാനായിട്ട് രാഹുൽ ഈശ്വറും അതേപോലെ തന്നെ കേരളത്തിന് സംസ്കാരവും അനുവദിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. രാഹുൽ ഈശ്വർ ഉടനെ തന്നെ ഒരു ഡ്രസ്സിങ് മാർഗരേഖ പുറത്തിറക്കുന്നതായിരിക്കും.
എല്ലാവരും കാത്തിരിക്കുകയാണ്. വി ആർ വെയിറ്റിംഗ്. താങ്ക് യു.